ലിറ്റിൽ കൈറ്റ്സ് ആപ്റ്റിറ്റ്യൂഡ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണിത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വലതുഭാഗത്ത് നൽകിയിരിക്കുന്നത് ഏത് സോഫ്റ്റ്വെയറിന്റെ ജാലകമാണ്? 4 ഓപ്ഷൻസ് ആണുള്ളത്. ക്രിറ്റ, കളർ പെയിന്റ്, ഓപ്പൺ ഓഫീസ് റൈറ്റർ, ജിയോജെബ്ര. ഏതാണ് ആൻസർ? ആൻസർ കളർ പെയിന്റ്. നിങ്ങൾ സ്കൂളിലെ IT ലാബിൽ കളർ പെയിന്റ് യൂസ് ചെയ്ത് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ടാവും അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, കളർ പെയിന്റ് സോഫ്റ്റ്വെയറിൽ താഴെ കാണുന്ന രീതിയിൽ ഒരു മലയുടെ ചിത്രം റിയ തയ്യാറാക്കിയിട്ടുണ്ട്. ആ മലയുടെ ചിത്രത്തിന് പൂർണ്ണമായി കളർ നൽകണമെങ്കിൽ സോഫ്റ്റ്വെയറിലെ ഏത് ടൂൾ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ സൗകര്യം? അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഫ്ലഡ് ഫിൽ എന്ന് പറഞ്ഞ ടൂള്, കളർ പിക്കർ എന്ന് പറഞ്ഞ ടൂള്, പോളിഗൺ എന്ന് പറഞ്ഞ ടൂള്, പെൻ എന്ന് പറയുന്ന ടൂൾ. ഇതിൽ ഏത് ടൂൾ ഉപയോഗിച്ചാലാണ് ആ മലയ്ക്ക് പൂർണ്ണമായിട്ട് നമുക്ക് കളർ ചെയ്യാൻ കഴിയുന്നത്? ഇവിടുത്തെ ആൻസർ ഫ്ലഡ് ഫിൽ എന്ന് പറയുന്ന ടൂളാണ് യൂസ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഫിദയ്ക്ക് ഒബ്ജക്റ്റുകളെ വ്യത്യസ്ത ലെയറുകളായി വരച്ചു ചേർത്തുകൊണ്ട് ഒരു ചിത്രം തയ്യാറാക്കണം എന്നാഗ്രഹമുണ്ട്. അങ്ങനെയെങ്കിൽ ചിത്രരചനയ്ക്ക് താഴെ നൽകിയതിൽ ഏത് ഡ്രോയിങ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ സൗകര്യപ്രദം? നോക്കിയോളൂ. ക്രിറ്റ, കളർ പെയിന്റ്, ലിബ്രിയോഫീസ് കാൽക്, ജിയോജിബ്ര. ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചിത്രരചനയ്ക്ക് സഹായകമാകുന്ന 2 സോഫ്റ്റ്വെയർസ് ആണുള്ളത്. ഏതൊക്കെയാണ് ഡ്രോയിങ് സോഫ്റ്റ്വെയർസ് ആണുള്ളത്? ക്രിറ്റയും കളർ പെയിൻറ്റും. ഇതിൽ വ്യത്യസ്ത ലെയറുകളായിട്ട് വരച്ച് ചേർക്കണമെങ്കിൽ ഏത് ഡ്രോയിങ് സോഫ്റ്റ്വെയർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്? ഇവിടുത്തെ ആൻസർ ഏതാണ്? ക്രിറ്റയാണ് ഇവിടുത്തെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ക്രിറ്റയുടെ ഒരു പ്രോജക്റ്റ് ഫയൽ സേവ് ചെയ്യണമെങ്കിൽ ആ ചിത്രത്തിന് നമ്മൾ കൊടുക്കുന്ന ഫയൽ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ആ ഫയലിന് നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റൻഷൻ ഏതാണെന്ന് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മളൊരു ക്രിറ്റയിൽ ഒരു പിക്ചർ വരച്ചു, അതിനെ നമുക്ക് സേവ് ചെയ്യണം. സേവ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കണം. ഇപ്പോൾ പിന്നെ റിവർ എന്ന് പറഞ്ഞ പേരാണ് കൊടുത്ത് നമ്മൾ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ റിവർ എന്ന് കൊടുത്തു, അവിടെ ഒരു ഡോട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 3 ലെറ്റേഴ്സ് ഉള്ള ഒരു വേർഡ് കൊടുക്കും അല്ലേ? അത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ .KRA. അപ്പോൾ ക്രിറ്റയുടെ ഫയൽ എക്സ്റ്റൻഷൻ എന്താണ്? .KRA. അടുത്തത് ലിബ്രിയോഫീസ് കാൽക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ലിബ്രിയോഫീസ് കാൽക്കിലെ ഒരു സെല്ലിന്റെ അഡ്രസ് B6 എന്നാണെങ്കിൽ ആ സെൽ ഏത് കോളത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്? ഏത് കോളത്തിലായിരിക്കും? ആൻസർ B കോളം. ഏത് കോളത്തിലാണ്? B കോളത്തിലായിരിക്കും. അടുത്ത ക്വസ്റ്റ്യനെ, ലിബ്രിയോഫീസ് ഇംപ്രസിൽ സ്ലൈഡ് പ്രസന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്? ഷോർട്ട് കട്ട് കീ? ആൻസർ F5 എന്ന് പറഞ്ഞ ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചാണ് ലിബ്രിയോഫീസ് ഇംപ്രസിൽ സ്ലൈഡ് പ്രസന്റേഷൻ നടത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലിബ്രിയോഫീസ് ഇംപ്രസിൽ സ്ലൈഡിൽ ചിത്രം ഉൾപ്പെടുത്തുന്നതിന് താഴെ പറയുന്ന ഏത് സ്റ്റെപ്പുകളാണ് ഉപയോഗിക്കുന്നത്? ഒരു ചിത്രം നമുക്ക് ഒരു സ്ലൈഡിൽ ഉൾപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ് ഏതാണെന്ന് ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ? ആൻസർ ഇൻസേർട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇൻസേർട്ടിൽ ഇമേജ് യൂസ് ചെയ്താൽ നമുക്ക് ഈ ഇമേജിനെ ഉൾപ്പെടുത്താം. എവിടെ? സ്ലൈഡിലൊക്കെ. ലിബ്രിയോഫീസ് റൈറ്ററിൽ ഒരു ഡോക്യുമെൻറ്റിൽ ഒരു ചിത്രത്തിന് ചുറ്റും ടെക്സ്റ്റുകൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സംവിധാനം ഏത്? ലിബ്രിയോഫീസ് റൈറ്റർ എടുക്കാം. നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ഡോക്യുമെൻറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് ഇടയ്ക്ക് നമുക്കൊരു പിക്ചർ ഉൾപ്പെടുത്തണം. അപ്പം നമ്മൾ ആ പിക്ചർ ഉൾപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ അതിന് ചുറ്റും നമുക്ക് ഈ ടെക്സ്റ്റ് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ആ ഡോക്യുമെൻ്റ് ഇല്ലേ, അതിനെ ക്രമീകരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സംവിധാനം ഏതാണ്? ആൻസർ റാപ്പ് ടെക്സ്റ്റ്. ഏതാണ്? റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കാൽക് സോഫ്റ്റ്വെയറിൽ സെൽ D7 മുതൽ സെൽ D12 വരെ, കാൽക്ക് എന്ന് പറയുമ്പോൾ ലിബ്രിയോഫീസ് കാൽക്ക് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ D7 എന്ന് പറഞ്ഞ സെല്ല് മുതൽ D12 വരെയുള്ള സെല്ല് വരെ തുടർച്ചയായി രേഖപ്പെടുത്തിയിരിക്കുന്ന സംഖ്യകളുടെ തുക നമുക്ക് കണ്ടെത്തണമെങ്കിൽ ഉത്തരം ലഭിക്കേണ്ട സെല്ലിൽ നമ്മൾ നൽകേണ്ട ഫോർമുല എന്തായിരിക്കും? എന്ത് ഫോർമുലയാണ് നൽകുന്നത്? തുടർച്ചയായിട്ടാണ്. D7 മുതൽ D12 വരെയുള്ള തുടർച്ചയായിട്ടുള്ള സെല്ലുകളിൽ വാല്യൂസ് കാണും. ആ വാല്യൂസിൻ്റെയൊക്കെ മൊത്തത്തിൽ തുക നമുക്ക് കണ്ടുപിടിക്കണം. 7 to 12 വരെയുള്ള. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ഫോർമുല എന്താണെന്ന് ആൻസർ ഇതാണ്. നമ്മൾ ആദ്യം നമുക്ക് ഉത്തരം ലഭിക്കേണ്ട സെല്ല് സെലക്ട് ചെയ്യുക, അവിടെ ഈക്വൽ സൈൻ കൊടുക്കുക, എന്നിട്ട് സം ബ്രാക്കറ്റിൻ്റെ അകത്ത് D7:D12 ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ നമുക്ക് കൊടുത്തിട്ടുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും സം ഇവിടെ ലഭ്യമാകും. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിൽ ചന്ദ്രനെ നിരീക്ഷിക്കുവാൻ ശ്രമിക്കുകയാണ് സിയ.
താഴെ നൽകിയ ഏത് ടൂൾ ഉപയോഗിച്ചാലാണ് CAK സോഫ്റ്റ്വെയറിൽ ആകാശ വസ്തുക്കളെ തിരഞ്ഞ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്? ഇവിടെ 4 ടൂൾസ് തന്നിട്ടുണ്ട്. ഇതിലേത് ടൂളാണ് കറക്റ്റ് ആയിട്ടുള്ളത്? C എന്ന് പറയുന്ന ആ ഒരു ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വലതുവശത്ത് നൽകിയ മാതൃകയിൽ കമ്പ്യൂട്ടറിൽ ഇലക്ട്രിക് സർക്യൂട്ടുകൾ തയ്യാറാക്കാൻ സഹായിക്കുന്ന എഡ്യൂക്കേഷണൽ ആപ്ലിക്കേഷൻ ഏത്? ആൻസർ ഫെറ്റ്. PHET. ഫെറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അടുത്ത നോക്കിയോളൂ. തിരുവനന്തപുരവും ഡൽഹിയും തമ്മിലുള്ള ആകാശദൂരം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് രോഹൻ. താഴെ നൽകിയിരിക്കുന്നതിൽ ഏത് സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിന് അനുയോജ്യമായിട്ടുള്ളത്? 4 ഓപ്ഷൻസ് ഉണ്ട്. E-Cube, ലിബ്രോഫീസ് റൈറ്റർ, സ്റ്റെല്ലേറിയം, മാർബിൾ. ഇതിൽ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ട്രിവാൻഡ്രവും ഡൽഹിയും തമ്മിലുള്ള ആകാശദൂരം കണ്ടുപിടിക്കുന്നത്? ആൻസർ മാർബിൾ. മാർബിൾ എന്ന് പറഞ്ഞ ആ സോഫ്റ്റ്വെയർ ആണ് നമ്മളിവിടെ ഉപയോഗപ്പെടുത്തുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. സീഡാക്ക് പുറത്തിറക്കിയ ഇഗ്നു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരെന്ത്? ഏതാണ്? ബോസ്. എന്താണ് ആൻസർ? ബോസ്. അപ്പോൾ ഈ ബോസ് എന്ന് പറയുന്ന ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഫുൾ ഫോം ഉണ്ട്. എന്താണ് ആ ഫുൾ ഫോം? ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ്. എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ബോസ് എന്ന് പറയുന്ന പേര് ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നൽകിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ജിയോജിബ്ര അറിയാലോ, ജ്യാമിതീയ രൂപങ്ങളൊക്കെ നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ജിയോജിബ്ര. ജിയോജിബ്രയിൽ ഉപയോഗിക്കുന്ന ടൂൾസിന് ഉദാഹരണങ്ങൾ എഴുതുക. ഏതൊക്കെ ടൂൾസ് നമ്മൾ അവിടെ ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഏതൊക്കെ ടൂൾസാണ് നമ്മൾ ജിയോജിബ്രയിൽ ഉപയോഗിക്കുന്നത്? ലൈൻ ടൂൾ, ആംഗിൾ ടൂൾ, മൂവ് ടൂൾ, ഇൻ്റർസെക്റ്റ് ടൂൾ, പോളിഗൺ ടൂൾ. ഇതൊക്കെയാണ് ജിയോജിബ്രയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വിവിധ തരത്തിലുള്ള ടൂൾസ്. അടുത്തത്. മറ്റ് ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുന്ന തരത്തിൽ വെബ് പേജുകൾ, കണ്ടന്റുകൾ എന്നിവ ഇന്റർനെറ്റിൽ ശേഖരിച്ചു വച്ചിട്ടുള്ള കമ്പ്യൂട്ടറുകൾക്ക് പറയുന്ന പേരെന്ത്? ഇവിടുത്തെ ആൻസർ വെബ് സെർവർ. ഏതാണ്? വെബ് സെർവർ. അപ്പോൾ ഈ വെബ് സെർവറിലുള്ള ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്ന നമ്മൾ വെബ് ക്ലയൻറ്റ് എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ വെബ് സെർവറിൽ കുറേ ഡാറ്റാസ് ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡാറ്റാസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആരാ? നമ്മൾ വെബ് ക്ലയൻറ്റ് എന്ന് പറയും. വെബ് ക്ലയൻറ്റ്. WEBCLIENT. ഓക്കെ. അടുത്തത്. ഇൻ്റർനെറ്റിലെ ചിത്രങ്ങളെ സംബന്ധിച്ച് താഴെ നൽകിയതിൽ ശരിയായ പ്രസ്താവന ഏതെന്ന് എഴുതണം. ഒന്നാമത്തത്. ഇൻ്റർനെറ്റിലെ എല്ലാ ചിത്രങ്ങളും പകർപ്പവകാശമില്ലാത്തവയാണ്. ആണോ? അല്ല. ഇൻ്റർനെറ്റിലെ എല്ലാ ചിത്രങ്ങളും പകർപ്പവകാശം ഇല്ലാത്തതല്ല. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട്. ഇൻ്റർനെറ്റിലെ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ്. ആണോ? അല്ല. നിയമവിരുദ്ധമൊന്നുമല്ല. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ യൂസ് ചെയ്യാം. ചിത്രങ്ങളുടെ പകർപ്പവകാശം പരിശോധിച്ചു മാത്രമേ നാം അവ യഥേഷ്ടം ഉപയോഗിക്കാൻ പാടുള്ളൂ. ശരിയാണോ? ശരിയാണല്ലേ? ഒരു ചിത്രം എടുക്കുക, അതിൻ്റെ പകർപ്പവകാശം അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഇല്ലാത്ത ചിത്രങ്ങൾ നമുക്കെടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി D ഓപ്ഷൻ. പകർപ്പവകാശ നിയമങ്ങളൊന്നും ഡിജിറ്റൽ ചിത്രങ്ങൾക്ക് ബാധകമല്ല. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. പകർപ്പവകാശ നിയമങ്ങൾ ഡിജിറ്റൽ ചിത്രങ്ങൾക്ക് ബാധകമാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? ഇവിടെ C ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ചിത്രങ്ങളുടെ പകർപ്പവകാശം പരിശോധിച്ചു മാത്രമേ നാം അവ യഥേഷ്ടം ഉപയോഗിക്കുവാൻ പാടുള്ളൂ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. മനസ്സിലായോ? ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ആൻസർ E-Cube. E-Cube എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിന് സഹായിക്കുന്നത്. അടുത്തത്. സോഫിയ എന്നത് ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണ്. ഇത് വികസിപ്പിച്ച കമ്പനി ഏതാണ്? ആൻസർ ഹാൻസൺ റോബോട്ടിക്സ് എന്ന കമ്പനിയാണ് സോഫിയയെ വികസിപ്പിച്ചത്. ടച്ച് സ്ക്രീനുകളുടെ ആരംഭം കുറിച്ച വ്യക്തി ആരാണ്? ബെന്റ് സ്റ്റംപ്. ബെന്റ് സ്റ്റംപാണ് ടച്ച് സ്ക്രീനുകളുടെ ആരംഭം കുറിച്ചത്. അടുത്ത ക്വസ്റ്റ്യനെ. ഫാദർ ഓഫ് ഇന്റർനെറ്റ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഫാദർ ഓഫ് ഇന്റർനെറ്റ്? വിൻഡൺ G. സെർഫ്. ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വിൻഡൺ G. സെർഫ്.